കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? കോർട്ട് ബാൾ AICC കോർട്ടിലാണ്. ഇനി അവിടെ നിന്ന് ഗോളടിക്കുന്നതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. ഇന്നലെ അജയ് മാക്കാനും മുഹൽ വാസനിക്കും രണ്ട് AICCയുടെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ട് നിരീക്ഷകർ അജയ് മാക്കനും മുഹൽ വാസനിക്കും വന്ന് 63 MLA കണ്ടു. അവരെ ഒന്നായിട്ടിരുത്തി KPCC ഓഫീസിൽ അവരെ ഒന്നിച്ചിരുത്തി സണ്ണി ജോസഫ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള അധികാരം AICCക്ക് നൽകിക്കൊണ്ടും മുഖ്യമന്ത്രി ആരെന്ന് തിരഞ്ഞെടുത്ത് തരണം, നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് AICCക്ക് കൊടുക്കുന്നൊരു പ്രമേയം സണ്ണി ജോസഫ് പാസ്സാക്കി. അതിനെ VD സതീശൻ പിന്താങ്ങി. അത് കൊടുത്തപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ എല്ലാവരും അഭിനന്ദിച്ചിട്ട് കഴിഞ്ഞിട്ട് 63 പേരെയും വ്യക്തിപരമായി 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് സമയമെടുത്ത് 63 MLA ഈ അജയ് മാക്കാനും മുഗൾ വാസനിക്കും കൂടി കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് AK ആൻ്റണിയുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ തലേ ദിവസം വന്നതിൻ്റെ മിനിയാന്ന് ഇന്നലെയാണ് ഇവരുമായിട്ട് നടന്ന ചർച്ചയാണ്. ഘടകകക്ഷികളായിട്ടുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ടും RMB CMB അതുപോലെ തന്നെ പിന്നെ UDFൻ്റെ കൺവീനർ, UDFൻ്റെ സെക്രട്ടറി, ലീഗ്, കേരള കോൺഗ്രസ്, RSP അങ്ങനെ മിക്കവാറും എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവരുടെ അഭിപ്രായം രൂപീകരിച്ച് കഴിഞ്ഞു. എന്നിട്ട് വളരെ കൃത്യമായി ഡൽഹിയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഇന്നലെ പോയിട്ടുണ്ട്. പോകുന്നതിനിടയിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ മുഗൾ വാസനിക്കും അജയ് മാക്കനും കൂടെ പറഞ്ഞത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഞങ്ങൾ എടുക്കും, പക്ഷേ ഘടകകക്ഷികൾക്കല്ല പ്രാധാന്യം, MLA അഭിപ്രായത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. MLA പിന്തുണയാണ് മുഖ്യമന്ത്രി നിശ്ചയിക്കൽ പ്രധാനമെന്ന് നിരീക്ഷകർ വ്യക്തമാക്കി. പക്ഷെ അങ്ങനെ വന്നാൽ അത് KCക്ക് അനുകൂലമാകുമോ? ഘടകകക്ഷികൾ VD സതീശൻ രംഗത്ത് വന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയൊരു തലവേദനയായിട്ടുണ്ട്. കാരണം നമ്മൾ എന്ത് പറയുമ്പോഴും ഒരു പൊതുജനാഭിപ്രായവും VSൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പൊതുജനാഭിപ്രായവും കൂടെയുള്ളവരുടെ അഭിപ്രായവും ഒക്കെ എടുക്കാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം AICC എടുക്കാറില്ല. അങ്ങനെ എടുക്കാൻ പറ്റുകയുമില്ല. കാരണം പല ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടാണ് ഒരു തീരുമാനമെടുക്കുന്നത്. MLA അഭിപ്രായമാണ് പ്രധാനമെന്ന് മുഗൾ വാസനിക്കും അടങ്ങുന്ന ന്യൂസുകൾ ഈ ബൈറ്റ് കൊടുത്ത് ചാനലുകളോട് പറഞ്ഞു. MLA അഭിപ്രായം വളരെ പ്രധാനമാണ്. ഇന്ന് രാത്രിയോ അത് ഇന്നലെ രാത്രിയോ ഇന്നോ മിക്കവാറും ഇന്ന് ഒരു 2 പേജ് നോട്ട് അടിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, ടൈപ്പ് ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ഡൽഹിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒറ്റ പേരിലേക്കല്ല, ഒറ്റ തീരുമാനത്തിലേക്ക് എത്താനാണ് നമ്മൾ എത്തിയത്. ഒരാളിൻ്റെ പേര് നിശ്ചയിക്കാനല്ല എത്തിയത്, ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുപ്പിക്കാനാണ് ഇവിടെ എത്തിയതെന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. നിരീക്ഷകർ ഹൈക്കമാൻഡിന് കൈമാറുന്നതോടെ ദില്ലിയിലായിരിക്കും, AICCയുടെ കോർട്ടിലാണ് പിന്നെ ബാളടി ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെ ഡൽഹിക്ക് വിളിപ്പിക്കും. VD സതീശനെ വിളിപ്പിക്കുന്നത് KC വേണുഗോപാൽ ഡൽഹിക്കുണ്ട്. VD സതീശനെ വിളിപ്പിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാനുള്ള ഒരു കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്ന ആളാണ്. സണ്ണി ജോസഫ് KPCCയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ 3 പേരെയും ഡൽഹിക്ക് വിളിക്കുകയും അവിടെ വളരെ കൃത്യമായ ചർച്ചകൾ നടക്കുകയും ചെയ്യും. ക്ലോസ് ഡോർ ഡിസ്കഷൻ നടക്കുകയും ചെയ്യും. അവിടെ വെച്ച് ചില ധാരണകൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും 3 പേരെയും പിണക്കിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായ തീരുമാനം AICC എടുക്കാൻ ഒരു സാധ്യതയുമില്ല. 3 പേരെയും ഇരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാനായിരിക്കും സാധ്യത. പക്ഷേ അത് VD സതീശന് അനുകൂലമല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കില്ല. പക്ഷേ മന്ത്രിയാകാനില്ല, മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിയാകാനില്ല എന്ന് VD സതീശൻ ആൾറെഡി പറഞ്ഞതായി ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ VD സതീശൻ്റെ ക്യാമ്പ് അത് നിഷേധിച്ചിട്ടുമുണ്ട്. ഇത് ഓരോ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുന്നതാണ് ഓരോ ചേട്ടന്മാർ. പക്ഷേ അവരുടെ ക്യാമ്പ് അത് നിഷേധിച്ചിട്ടുമുണ്ട്. ഭൂരിപക്ഷ MLA പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. 45 MLA 66-ൽ 45 MLA പിന്തുണ ഉണ്ടെന്നാണ് KC പറയുന്നത്. 35 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും VD സതീശൻ 35 പേരുടെയും രമേശ് ചെന്നിത്തല 20 പേരുടെ പിന്തുണ അവകാശപ്പെടുന്നു. അവർ പറയുന്നതാണ്. MLA എന്ത് പറഞ്ഞു എന്നുള്ളത് അവർക്കറിയില്ല. അത് MLA AICC നിരീക്ഷകരോടാണ് പറഞ്ഞത്. KC പക്ഷത്തെ പലരും നിരീക്ഷകരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടപ്പോൾ തങ്ങൾക്ക് നിന്നെന്ന പ്രതീക്ഷയിലാണ് ഇരുഭാഗവും. KC പക്ഷത്തിനോട് താല്പര്യം കാണിച്ചിരുന്ന MLA പോലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമായി സംസാരിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. രാഷ്ട്രീയ സാഹചര്യമുണ്ട്, പൊതുജന വികാരമുണ്ട്, അങ്ങനെ പല ഘടകങ്ങൾ, പ്രതിപക്ഷ നേതാവായിരുന്ന കാര്യങ്ങളുണ്ട്. പല ഘടകങ്ങൾ എടുത്തിട്ടാണ് തീർച്ചയായിട്ടും മന്ത്രി സ്ഥാനത്തേക്കൊക്കെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
ആളുകളെ നോക്കുന്നത്. സതീശൻ്റെ ലീഗ് നിർദ്ദേശിച്ചപ്പോൾ സിറ്റിംഗ് MLA തന്നെ മുഖ്യമന്ത്രി നിലപാടിലൂടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം KC വേണുഗോപാലിനെ പരോക്ഷമായി എതിർത്തിട്ടുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ വേണ്ട എന്ന് ജോസഫ് വിഭാഗവും പറഞ്ഞു, ലീഗും പറഞ്ഞു, വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ പൊതുവികാരത്തിൽ മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സർക്കാരിൻ്റെ തുടക്കം തന്നെ ഒരുതരം പിഴച്ച തുടക്കമായിരിക്കുമെന്നും ഉള്ള മുന്നറിയിപ്പും ഇവർ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം AICC അധ്യക്ഷന് വിട്ടുകൊടുത്തുള്ള പ്രമേയം കക്ഷി പാസ്സാക്കിയിരുന്നു. നിയമസഭാ കക്ഷി പാസ്സാക്കി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. MLA-മാരുടെ MPമാരുടെ അഭിപ്രായം നിരീക്ഷകർ വ്യക്തിപരമായി കേട്ടു. ഭൂരിപക്ഷം MLA-മാരും പിന്തുണ കേസിമാലുണ്ടെന്ന് ഹൈക്കമാൻഡ് കരുതുമ്പോഴും ഘടകകക്ഷികളുടെ കടുത്ത എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോകുന്നത് എളുപ്പമാകില്ല. താനല്ല തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ VD സതീശൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനകം തെരുവിലെ പ്രതിഷേധം പകർന്നു കഴിഞ്ഞതും VDക്ക് വളരെ അനുകൂലമാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും AICCയുടെ കോർട്ടിലേക്കാണ് ബാൾ കിടക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് തീരുമാനമുണ്ടാകണം. ആ തീരുമാനമുണ്ടായാൽ മാത്രമേ നമുക്കിവിടെ ആര് പ്രതിപക്ഷ മുഖ്യമന്ത്രിയാകും എന്ന് പറയാൻ കഴിയുള്ളൂ. അത് മിക്കവാറും ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ അതുണ്ടാകുമെന്നാണ് കരുതുന്നത്. വെള്ളിയായി, ശനി, ഇന്നും നാളെയും കൊണ്ട് മീറ്റിംഗ് നടത്തി ഈ 3 പേരെ ഡൽഹിക്ക് വിളിച്ച്, സണ്ണി ജോസഫ് അടക്കം 4 പേരെ ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് പോകുന്നുണ്ട് 4 പേരും, പ്ലസ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെയുള്ള, പിന്നെ പ്രിയങ്ക ഗാന്ധി കാണാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു 6-7 പേര് ഇരുന്നു കൊണ്ടുള്ള, പിന്നെ അജയ് മാക്കാൻ കാണാൻ സാധ്യതയുണ്ട്, മുഗൾ വാസനിക്കും കാണാൻ സാധ്യതയുണ്ട്. ഇത്രയും പേര് ഇരുന്നു കൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു ചർച്ചയിലൂടെ, ഒരു സമവായത്തിലൂടെ ആയിരിക്കും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരുന്നത്. എന്തായാലും നമ്മൾ എല്ലാ കേരളീയരുടെ കണ്ണുകളും, അത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും എല്ലാ കണ്ണുകളും ഒളിഞ്ഞും തെളിഞ്ഞും ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷമായും സവിശേഷതയായും പറയാനുള്ളത്.